ഹായ് ഫ്രണ്ട്സ്, SRL ഡിജിടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പോർട്ടബിൾ സ്പീക്കറാണ്, പോർട്ടബിൾ കരോക്കെ സ്പീക്കറാണ്. നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം കാണാം, ഇതാ പോർട്രോണിക്സ് -4. ഓക്കെ, പോർട്രോണിക്സ് എന്ന ബ്രാൻഡിൻ്റെ അവരുടെ മോഡലാണ് -4. ഇത് നിങ്ങൾക്ക് ഡയഗ്രത്തിൽ തന്നെ കാണാൻ പറ്റും എന്തൊക്കെയുള്ളത്. ഒരു പോർട്രോണിക്സിൻ്റെ ഒരു കുഞ്ഞൻ കരോക്കെ സ്പീക്കർ ഉണ്ട്, കൂടെ ഒരു കരോക്കെ മൈക്കുണ്ട്. കാണുന്ന മാതിരിയല്ല, ആൾ കുറച്ച് ബെസ്റ്റാണ്. കാരണം 50 വാട്ടേജ് RMS വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ബോക്സിൽ തന്നെ കാണാം മൾട്ടി കളർ RGB ലൈറ്റ് തരുന്നുണ്ട്, ഓക്സിൻ ഉണ്ട്, ബിൽറ്റ്-ഇൻ FM റേഡിയോ, ബ്ലൂടൂത്ത് വേർഷൻ 5.3 ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടൈപ്പ് C ചാർജിങ് ഉണ്ട്, USB ഫ്ലാഷ് ഡ്രൈവ് ഉണ്ട്. അതുമാതിരി തന്നെ ബാസ്, ട്രബിൾ, നോർമൽ, EQ മോഡ്സ് നമുക്ക് പറ്റും. പിന്നെ ഡുവൽ മൈക്ക് സപ്പോർട്ടുണ്ട്. ഡുവൽ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ വയർലെസ് മൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്കൊരു വയേർഡ് മൈക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വയർലെസ് മൈക്ക് വരെ ഒന്നേ തരുന്നുള്ളൂ, പക്ഷേ 1, 2 എന്ന് പറഞ്ഞാൽ 2 പോർട്ടുണ്ട്. വയർലെസ് മൈക്ക് വേറെ എവിടെയും അവൈലബിൾ ആണെന്ന് നമുക്ക് കാണുന്നില്ല. ഇൻ കേസ് നമുക്ക് ഒരു 2 വയർലെസ് മൈക്ക് ഉണ്ടെങ്കിൽ അതും ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു നല്ല പ്രീമിയം ലുക്കുള്ള ലെതർ സ്ട്രാപ്പ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻ്റേ ഉള്ളൂ. അത്ര വലിയൊരു വാട്ടർ റെസിസ്റ്റൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് വാട്ടറിന്. പിന്നെ ഏറ്റവും ഹ്യൂജ് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിന്. കാരണം ഇതിൽ യൂസ് ചെയ്തത് 8000 mAh ബാറ്ററിയാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം ഞാനിത് 2 വർഷം ഉപയോഗിച്ചു, ഇപ്പോഴും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ സ്ഥിരമായിട്ട് മെലഡീസ് ഒക്കെ കേൾക്കാറുണ്ട്, പിന്നെ മകനൊക്കെ അത്യാവശ്യം പാട്ടാറുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 6 hours പ്ലേ ബാക്കാണ് ഇവർ പറയുന്നത്. RGB ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. RGB ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ 60%, 70% വോളിയത്തിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ ഒരു 8 hours ഒക്കെ കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ 2 വർഷം ഉപയോഗിച്ച സ്പീക്കറാണ്. ഓൾറെഡി ബോക്സൊക്കെ അൺടച്ച് ആയിട്ട് വെച്ചത് കൊണ്ട് ബോക്സിലാക്കിയെന്നേ ഉള്ളൂ, എങ്കിലും കാണിച്ചു തരാം. ഇതാണ് ബോക്സ്. നല്ലൊരു പാക്കേജ് ആയിട്ടാണ് വരാറ്. നമുക്ക് കവർ ചെയ്യുന്നുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കരോക്കെ മൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കരോക്കെ മൈക്ക്. പിന്നെ ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ കൂടെ ഒരു മൈക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു ജസ്റ്റ് ഒരു ഹോൾഡറും കൂടി ഉണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ ചാർജിങ് കേബിൾ ഉണ്ട്. ഓക്കെ, അത് C ടൈപ്പ് ചാർജറാണ് ഇത് അവർ തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്പീക്കർ നോക്കാം. സ്പീക്കറിൻ്റെ കാഴ്ചയിലേക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ പോർട്രോണിക്സ് -4. ഓക്കെ, ഇതാണ് പോർട്രോണിക്സ് -4. കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. കണ്ടോ, ബട്ടൺ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നല്ലൊരു വോളിയം നോബാണ്. കൂടെ പവർ ബട്ടൺ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ അവരുടെ ഓക്കെ സ്പീക്കർ ഓൺ ആവുന്നത് തന്നെ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ സൗണ്ടിലാണ് പോർട്രോണിക്സിൻ്റെ ഇതിൽ ഓണായി വരുന്നത്. ലൈറ്റിംഗ് കണ്ടോ, നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ലെതർ സ്ട്രാപ്പ്, ഇവരുടെ ബ്രാൻഡ് ഇതാണ്. നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ടാണ്. പിന്നെ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതാ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. 4 ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൽ ഒരു ഒന്നിലേക്ക് വരുന്ന സമയത്ത് 20% ഒക്കെ ആവുന്ന സമയത്ത് ഒന്നിലേക്ക് വരും. ആ സമയത്ത് നിങ്ങൾ ചാർജിൽ ഇട്ടാൽ മതി. ചാർജ് ഒരു 5-6 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. അത് ചാർജ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറേ സമയം പ്ലേ ബാക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ RGB ലൈറ്റ് ഒന്ന് ഓഫാക്കിയാൽ നിങ്ങൾക്ക് ചാർജിങ് ടൈം കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഒരു 80%, 60% വോളിയത്തിലൊക്കെ വെച്ചാൽ മതി. 60% വോളിയത്തിൽ അല്ലെങ്കിൽ 70% വോളിയത്തിലൊക്കെ നിങ്ങളത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഒരു 6-7 മണിക്കൂർ പ്ലേ ബാക്ക് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, തുടർച്ചയായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയൊക്കെ നമുക്ക് കുറച്ച് സമയം 1-2 മണിക്കൂർ കേൾക്കുന്ന ആൾക്ക് ഒരാഴ്ചയൊക്കെ മേ ബി നമുക്കത് കിട്ടും. ഓക്കെ, പിന്നെ ഇതിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, കരോക്കെ മൈക്ക്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചിരുന്നു. ഇതിലിവിടെ മൈക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ മൈക്കിൻ്റെ പവർ ബട്ടൺ ഉണ്ട്, അത് ഓണായി കഴിഞ്ഞാൽ കണ്ടോ ഇപ്പം മൈക്കാണ്. മൈക്കിൽ കൂടെയാണ് ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുന്നത്. ഓക്കെ, ഇതിൽ എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്കോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടും ഇവിടെ ഒരു പ്ലസ് മൈനസ് കാണുന്നുണ്ടാവും. അത് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എക്കോ കുറയും, അത് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്കോ കൂടി വരും, മൈക്കിൻ്റെ വോളിയം കൂടി വരും. ഓക്കെ, പിന്നെ 2 സ്പീച്ച് മോഡും ഉണ്ട്, അതുപോലെ തന്നെ കരോക്കെ മോഡുണ്ട്. ജസ്റ്റ് ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഹലോ, ഇത് സ്പീച്ച് മോഡാണ്.
നിങ്ങൾക്ക് ഫംഗ്ഷനിലൊക്കെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ആയിട്ട് ബെറ്ററാണ്. നമുക്ക് ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാം. നിങ്ങൾക്കത് കരോക്കെ മോഡിലേക്ക് മാറ്റാൻ പറ്റും. അത് ഒന്ന് ഇവിടെ പ്രസ് ചെയ്യുന്നത് കരോക്കെ ഹലോ. അതുപോലെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വോയിസിനൊരു പഞ്ച് വരും, ഒരു എക്കോ ഫീലിംഗ് വരും. അപ്പോൾ കരോക്കെ നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ നിങ്ങൾക്ക് മൈക്കൊന്ന് ഓഫ് ആക്കാം കേട്ടോ. മൈക്ക് ഓഫ് ആക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അമർത്തി പിടിച്ചാൽ തന്നെ മൈക്ക് കട്ടാവും. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, ഇതിൽ ട്രാക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങൾ കരോക്കെ ഫീച്ചർ നിങ്ങൾക്കത് ട്രാക്ക് നമുക്ക് മൈക്ക് ഓഫ് ആക്കട്ടെ. അത് പറയാൻ പറ്റും. നമ്മൾ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കരോക്കെ എഫക്റ്റോ മീൻസ് പാട്ടിൻ്റെ വോക്കൽ കട്ടായിട്ട് മ്യൂസിക് മാത്രം വരും. അങ്ങനെ പാടാൻ പറ്റും. അത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഇല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു പാട്ടിൻ്റെ കൂടെ പാടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമുക്ക് FM ഓപ്ഷൻ ഉണ്ട്. ഉണ്ടോ? പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? FM നല്ല റിസപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര റിസപ്ഷൻ ഇല്ല. പക്ഷേ എനിക്കിവിടെ അത്യാവശ്യം, ഞാൻ കോഴിക്കോടാണ്, അപ്പോൾ അത്യാവശ്യം കോഴിക്കോട് FM ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ സ്റ്റേഷനൊക്കെ ഇതാ. പിന്നെ ഓക്സ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. FM സ്റ്റേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഓക്സിലറി മോഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ബേസ്, ട്രബിൾ, നോർമൽ, അങ്ങനെ 3 മോഡിലേക്ക് നമുക്ക് മാറ്റാം. ബേസ്, ട്രബിൾ, നോർമൽ. അതൊക്കെ നമുക്കൊരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കത് വേറെ മോഡിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. വോളിയം നോബ് നമുക്കിതിങ്ങനെ വോളിയം വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വോളിയം നോബാണുള്ളത്. പിന്നെ പോസ് ബട്ടൺ, നെക്സ്റ്റ് ബട്ടൺ, പ്രീവിയസ് ബട്ടൺ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയ ഒരു കുഞ്ഞൻ നല്ലൊരു കരോക്കെ സ്പീക്കറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾ ഇതിൻ്റെ നോക്കുക, നമുക്ക് എവിടെ വേണമെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡുവൽ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് മൈക്ക് 6.5 mm കേബിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാതിരി തന്നെ ഫോൺസ്, നമുക്ക് ഹെഡ്ഫോൺസിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. അതുമാതിരി തന്നെ അതിനുള്ള സോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ USB സോക്കറ്റ് അവൈലബിൾ ആണ്. USB ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും, പെൻ ഡ്രൈവ് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സി ചാർജറാണ്. സി ചാർജർ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു 10 വാട്ട് ചാർജൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിനുള്ളിൽ നമുക്കിതിൽ 0 to 100% നമുക്ക് ചാർജായി കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു സ്പീക്കറാണ്. എൻ്റെ യൂസർ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഞാനത് ദിവസം എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മൾ പാട്ട് കേൾക്കില്ലേ, ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആഴ്ച നമുക്ക് കിട്ടും. ഈ ഒരു ഫംഗ്ഷനൊക്കെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് ഇട്ടിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 5 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ലൈറ്റ് ഓഫാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പ്ലേ ബാക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ മൈക്ക് ബെസ്റ്റാണ് കേട്ടോ. കാരണം മൈക്കിൻ്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരെ പോയി നിന്ന് സംസാരിച്ചാലും ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വയർലെസ്സുമാണ്, നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ തരുന്നത് കൊണ്ട് നല്ലത് തന്നെ പറയാം. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിന് ഏകദേശം പ്രൈസ് ഞാൻ പറയാം, പ്രൈസ് നിങ്ങൾക്ക് അറിയാം, വേരി ചെയ്തുകൊണ്ടിരിക്കും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഇന്ന് പ്രൈസ് നോക്കുന്ന, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് നോക്കുന്നത് 5,000 ആണ് കാണുന്നത്. ചിലപ്പോൾ 5,500 വരാറുണ്ട്, ചിലപ്പോൾ ഓഫർ ടൈമിൽ 4,000 വരാറുണ്ട്. ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 4,000 സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങിയ സമയത്ത്. അതുകൊണ്ട് പ്രൈസ് നമുക്ക് കറക്റ്റ് ഫിക്സ്ഡ് പ്രൈസ് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 5,000 5,500 ഇതിൻ്റെ അണ്ടറിൽ ഇത് ബെസ്റ്റ് തന്നെയാണ്. അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് കിടക്കാം. കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് എനിക്ക് സാധാ ഫിലിം സോങ്സ് ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഫ്രീ സോങ്സ് ഉണ്ടാവും, അതൊന്ന് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് എല്ലാവരും ഹെഡ്ഫോൺ ഒന്ന് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് അറിയണമെങ്കിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാം. ഞാൻ ഈ മൈക്ക് ഇതിൻ്റെ മുന്നിൽ വെക്കും. അപ്പോൾ നിങ്ങളതൊന്ന് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എഫക്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവും. ലൈവായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക.
on a scale, hope for the other side to fail. When the night was enough, away the haze of the day. ഇപ്പോൾ ബേസ് മോഡാണ്. Another day, Treble. ട്രിപ്പിൾ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. Normal. നോർമൽ മോഡ്. I don't wanna be the one, just the one. Yeah, I don't wanna be the one that you wanted. I don't wanna be the one, just the one. Yeah, context of where give me the love. Context of where I just wanna. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണ കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് സൗണ്ട് ടെസ്റ്റ്. അപ്പം അത്യാവശ്യം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് നമ്മളെ നിങ്ങൾക്ക് എത്രത്തോളം അത് മൈക്കിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ലൈവായിട്ട് ഞാൻ കേൾക്കുന്ന സമയത്ത് നല്ല എഫക്റ്റ് ഉണ്ട്. ബേസൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം നമുക്ക് ഈ ഒരു കുഞ്ഞൻ സ്പീക്കർ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ കൂടുതലുണ്ട്, അത് ഉറപ്പിച്ച് പറയാം. അത്യാവശ്യം നല്ല, പിന്നെ ഓഡിയോ കോഡൊക്കെ കുറച്ചും കൂടി നല്ല ഓഡിയോ ലിസണിങ് കുറച്ചും കൂടി ഒരു നല്ലതാണ്. നമ്മൾ അങ്ങനെ കുറച്ച് വോളിയം കൂട്ടുന്ന നേരം അത് ഡിസ്റ്റോർഷൻ അങ്ങനത്തെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ച് ഉയർന്ന ശബ്ദത്തിൽ കേൾക്കുന്ന നേരം ഒന്നും ഇടറുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല സാധാരണ സ്പീക്കേഴ്സിലൊക്കെ. അപ്പോൾ ഇതിലതൊക്കെ കുറവാണ്. നിങ്ങൾക്കൊരു 70%, 80% വോളിയത്തിലൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു ലിസണിങ് ഒരു സുഖം, നമുക്ക് ഓഡിയോൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു 70-80% മാക്സിമം അതിൽ കേൾക്കുന്നവരാണ്. ഒരു 60-70 ഉള്ളിലാണ് കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സാണ്. അതിന് ബെസ്റ്റാണ്. പിന്നെ കുറച്ച് റോക്ക് ടൈപ്പ് സോങ്സും ഓക്കെയാണ്. അതിൽ 3 മോഡിൽ നമുക്ക് ബേസ് മോഡ്, നോർമൽ മോഡ്, ട്രിപ്പിൾ മോഡ്, അങ്ങനെ 3 മോഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മുടെ കണ്ടീഷനുണ്ട്. പിന്നെ നിങ്ങളിതിപ്പം കേട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂവ് ചെയ്യാം. സൗണ്ട് ടെസ്റ്റ് ഒരു ഔട്ട് ഓഫ് 10 എനിക്ക് ഒരു ഔട്ട് ഓഫ് 8 നമുക്കൊരു 8 ഒരു 8.5 നമുക്കിതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.